അർജുൻ, നമ്മൾ കെ സുധാകരൻ്റെ വാക്കുകൾ കേട്ടു. ഇ പി ജയരാജൻ ഇതിൽ പ്രതികരണമുണ്ടോ? ഇ പി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഈ സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് അല്പസമയമാവുന്നതേ ഉള്ളൂ. ഇ പി ജയരാജൻ പ്രതികരിക്കുമായിരിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി കെ സുധാകരൻ BJP-യിലേക്ക് പോകുമെന്നുള്ള പ്രചരണം CPM കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായ തോതിൽ തന്നെ നടത്തിയിരുന്നു. അതിന് പിന്നാലെ അല്ലെങ്കിൽ അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറുമൊക്കെ ചില വെളിപ്പെടുത്തലുകളും ചില ആരോപണങ്ങളുമെല്ലാം ഉന്നയിക്കുന്നത്. അതിൽ ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായ ഒരു ഉന്നതനായ CPM നേതാവ്, കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട CPM-ൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് BJP-യിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടത്തിയിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരൻ ആ ഉന്നതനായിട്ടുള്ള നേതാവ് അല്ലെങ്കിൽ CPM-ൻ്റെ കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട LDF-ൻ്റെ കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ BJP-യിൽ ചേരും എന്നുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സുധാകരൻ ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഉയർത്തിക്കാണിക്കുന്ന കാര്യങ്ങൾ ഇ പി ജയരാജൻ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയെ ചുമതലയേറ്റു മുതൽ തന്നെ പാർട്ടിയിൽ വലിയ തോതിൽ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് യാതൊരുവിധ പരിഗണനയും പാർട്ടിക്ക് അകത്ത് ലഭിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇ പി കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിന് പുറമെ തന്നെ രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനും ഗൾഫിൽ വെച്ച് ഈ BJP-യിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ഇ പി ജയരാജനുമായി നടത്തി എന്നുള്ള ആരോപണം കൂടി കെ സുധാകരൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇ പി ജയരാജനെതിരെ LDF കൺവീനർക്കെതിരെ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്നത്. രാഷ്ട്രീയപരമായി തന്നെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ CPM-നെ ഒരുപക്ഷെ പ്രതിരോധത്തിലാക്കിയേക്കാവുന്ന ഒരു പ്രസ്താവനയാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ കെ സുധാകരൻ വളരെ ജാഗ്രതയോടുകൂടി ആ രീതിയിൽ മാത്രമാണ് പ്രതികരിക്കേണ്ടുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നിസാരവൽക്കരിച്ച് തള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രസ്താവനയല്ല കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട് കെ സുധാകരനുമായി, അല്ല ഇ പി ജയരാജനുമായി.